സൗദി അറേബ്യയെ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ രഹസ്യധാരണയുണ്ടാക്കിയെന്ന റിപ്പോർട്ട് പുറത്ത്. ദി ടൈംസ് ഓഫ് ഇസ്രയേലാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന്റെ മധ്യസ്ഥതയിലാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഒരു രഹസ്യ കരാർ ഒപ്പിട്ടതെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അമേരിക്കയ്ക്കുള്ള തിരിച്ചടിയെന്നോണം ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഇറാൻ സൗദി അറേബ്യയെ ആക്രമിക്കാതിരിക്കാനാണ് രഹസ്യ കരാർ. ഇതിന് പകരമായി നിലവിൽ ഇറാൻ എണ്ണയുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങൾ മറികടന്ന് ഇറാന്റെ എണ്ണ അനധികൃതമായി വിദേശത്തേക്ക് കയറ്റി അയക്കാൻ പാകിസ്ഥാൻ സൗകര്യമൊരുക്കും. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് തലവൻ അഹമ്മദ് വാഹിദിയുമായി പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനുള്ള ബിസിനസ് ബന്ധമാണ് ചർച്ചകൾക്ക് വഴിവെച്ചത്. ഇറാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് രഹസ്യമായി എണ്ണ കടത്തുന്നതിനുള്ള സംയുക്ത പങ്കാളിത്തം ഇരുവർക്കുമുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ വർഷം അവസാനം മുതൽ ഇറാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് രഹസ്യമായി എണ്ണ കടത്തുന്നതായാണ് കണ്ടെത്തൽ. അമേരിക്കൻ ഉപരോധം നിലനിൽക്കുന്നതിനാൽ ഈ നിയമവിരുദ്ധ എണ്ണ കച്ചവടത്തിലൂടെ ഇരുവരും വൻതോതിൽ പണം സമ്പാദിക്കുന്നതായും ഇസ്രയേൽ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി സൗദി യുദ്ധത്തിന്റെ ആദ്യ മാസങ്ങളിൽ മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെപ്പോലെ സൗദി അറേബ്യയ്ക്കും നേരെയും ഇറാന്റെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ രഹസ്യ കരാർ നിലവിൽ വന്നതോടെ കഴിഞ്ഞ 3 മാസമായി സൗദിക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് കാര്യമായ ആക്രമണങ്ങൾ ഒന്നും ഉണ്ടായില്ല. 3 മാസത്തെ സമാധാനത്തിന് ശേഷം കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഇറാൻ സൗദിക്ക് നേരെ ഒരു മിസൈൽ തൊടുത്തുവിട്ടിരുന്നു. ഇതോടെ ആക്രമണം തുടർന്നാൽ തങ്ങൾ തമ്മിലുള്ള സംയുക്ത എണ്ണ കച്ചവടം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് അസീം മുനീർ ഇറാൻ സൈനിക മേധാവിക്ക് കടുത്ത മുന്നറിയിപ്പ് നൽകി. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ പരസ്പര പ്രതിരോധ കരാറുമുണ്ട്. ഇതനുസരിച്ച് ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കും. ഈ ഭീഷണിയെ തുടർന്ന് സൗദിക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇറാൻ വീണ്ടും നിർത്തിവച്ചിരിക്കുകയാണ്. അതേസമയം ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സൗദി കമ്പനിയുടെ എൻസീലിയ എന്ന കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായി സൗദി ട്രാൻസ്പോർട്ട് അതോറിറ്റി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. ആക്രമണത്തെ തുടർന്ന് കപ്പലിന്റെ മുൻഭാഗത്ത് തീപിടുത്തമുണ്ടായതായും വ്യക്തമാക്കി. കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരും സുരക്ഷിതരാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. കപ്പലിനെയും ജീവനക്കാരെയും സുരക്ഷിതരാക്കുന്നതിനും സമുദ്ര പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുമായി എല്ലാ നടപടികളും ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിച്ചതായും അറിയിച്ചു. വാണിജ്യ കപ്പലുകളുടെയും അവയിലെ ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പു നൽകുന്ന അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ലംഘനമാണ് ഇത്തരം ആക്രമണങ്ങളെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. അതേസമയം ബ്രിട്ടന്റെ സമുദ്ര സുരക്ഷാ നിരീക്ഷണ ഏജൻസി നേരത്തെ അറിയിച്ചതനുസരിച്ച് സൗദി അറേബ്യയുടെ പടിഞ്ഞാറൻ തീരത്തെ അൽ ഷുഖൈക്കിൽ നിന്ന് ഏകദേശം 70 നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറ് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു ടാങ്കർ കപ്പലിന് നേരെ ഒരു പ്രൊജക്ടൈൽ പതിച്ചത് റിപ്പോർട്ട് ലഭിച്ചിരുന്നു. സൗദി അറേബ്യക്കെതിരെ നാവിക ഉപരോധം ഏർപ്പെടുത്തുകയാണെന്ന് യമനിലെ ഹൂതി വിമതർ അവകാശപ്പെട്ടിട്ടുണ്ട്. ഈ നീക്കത്തെ മേഖലയിലെ നിരവധി രാജ്യങ്ങൾ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. അമേരിക്കയുമായി ചരിത്രപരമായ ആണവ സഹകരണ കരാറിൽ ഒപ്പുവെച്ച സൗദി അറേബ്യയ്ക്ക് മുന്നിൽ പുതിയ നിബന്ധന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ചിരുന്നു. കരാർ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരണമെങ്കിൽ സൗദി അറേബ്യ കർശനമായ ഉപാധികൾ പാലിക്കണമെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇസ്രയേലുമായി സാധാരണ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള അബ്രഹാം കരാറിൽ സൗദി അറേബ്യ ഒപ്പുവെച്ചാൽ മാത്രമേ ആണവ കരാറുമായി മുന്നോട്ട് പോകുകയുള്ളൂവെന്നാണ് ട്രംപിന്റെ നിലപാട്. ഇതോടെ പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾക്ക് വഴി തുറന്നിരിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ഇറാന്റെ ആണവ പദ്ധതികൾക്കെതിരെ അമേരിക്ക കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ സൗദിയുമായി ഇത്തരമൊരു കരാറിലെത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ആണവോർജ്ജ മേഖലയിൽ അമേരിക്കയുമായി ചരിത്രപരമായ സഹകരണത്തിനാണ് സൗദി അറേബ്യ കൈകൊടുത്തിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാനമായ ആണവ കരാറിൽ ഒപ്പുവെച്ചതിനെ ലോകം അതീവ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത്. സൗദി ഊർജ്ജ വ്യവസായ ഖനന വിഭവ മന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ രാജകുമാരനും US ഊർജ്ജ സെക്രട്ടറി ക്രിസ് ഷൈറ്ററും തമ്മിലാണ് കരാറിൽ ഒപ്പുവെച്ചതെന്ന് സൗദി ഊർജ്ജ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ നടത്തിയ US സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ആരംഭിച്ച ഉഭയകക്ഷി ചർച്ചകളുടെ തുടർച്ചയായാണ് ഈ സുപ്രധാന കരാർ നിലവിൽ വന്നത്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായുള്ള ആണവോർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിൽ വിജ്ഞാനവും അത്യാധുനിക സാങ്കേതിക വിദ്യകളും കൈമാറാൻ കരാർ ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.